This is the fire pit experience we are having in Pinsini Recreation Area, and we are really having a good time this second day of our camping in Pinsini. Yeah. അപ്പോൾ ഞങ്ങളുടെ പിക്നി റിക്രിയേഷൻ ഏരിയ റെസ്റ്റി ക്യാമ്പ് ഗ്രൗണ്ടിലെ ഞങ്ങളുടെ ക്യാമ്പിംഗ് ആണ്. ഞങ്ങൾ ഫയർ പിറ്റ് ഇട്ടിരിക്കുന്നത്. ഈ ഫയർ പിറ്റ് വളരെ അടിപൊളിയായിട്ടുള്ള ഫയർ പിറ്റാണ്. ഞാൻ പറഞ്ഞത് കോൺക്രീറ്റ് വിത്ത് മെറ്റാലിക് ബേസാണ്. സോ കിഡ്സ് ഇവിടെ ഫയർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. Anu, how is your camping experience? Good, very good. Yeah, you really like it? Yeah. And you're eating chips? Yes. Yeah. Yeah, having a For a very long good... time we saw fireflies. Yeah, fireflies, a lot of fireflies in the campground. So we have put have a stick for a fork. some wood. It's cost around $10 for this 8 pieces of wood. And about the LED lighting I have provided, I have one LED lighting provided here. This is the mulberry tree, so you can see the mulberries. ഞങ്ങൾ രാവിലെ തന്നെ വാട്ടർ കളക്ട് ചെയ്യാൻ പോകണം. റെസ്റ്റ് ക്യാമ്പ് ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ വാട്ടർ കളക്ഷൻ സിസ്റ്റം എല്ലാം പഴയ രീതിയിലാണ്. നമ്മളൊരു 50 കൊല്ലം പുറകോട്ട് പോയി. അവർ അന്ന് 50 കൊല്ലം മുന്നേ ആളുകൾ എങ്ങനെയാണോ വാട്ടർ കളക്ട് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റമാണ്. ടാപ്പല്ല, വെൽ സിസ്റ്റമാണ്. മെക്കാനിക്കൽ piston kind of hydraulic. I think it's more like hydraulic. ആ സിസ്റ്റം തോന്നണം. ഇത് പലയിടത്തും കണ്ടിട്ടുണ്ട്, ഇതിന് മുന്നുള്ള ക്യാമ്പ് ഗ്രൗണ്ടിലും കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരു ബക്കറ്റ് വെള്ളം കിട്ടുമെന്ന് നോക്കട്ടെ. നമ്മുടെ ലോ കോസ്റ്റ് ഹോം ഡിപ്പോട്ട് ബക്കറ്റാണിത്. നല്ല നാണക്കേടാ. രാവിലെ തന്നെ പുഷപ്പ് എടുക്കുന്നതിന് തുല്യമാണത്. ഇതിന് ഗ്രീസ് അപ്ലൈ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഹാർഡ്. പിന്നെ മെയിൻ്റനൻസ് കുറവാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഗ്രീസ് അപ്ലൈ ചെയ്തിട്ടുള്ള, അതുകൊണ്ട് പൊങ്ങാൻ ഇത്തിരി പാടാണ്. നല്ലൊരു പണിയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നീഡ് ഗ്രീസ് ആൻഡ് ഓയിലിന്. ഇതിന് മുന്നേ എപ്പോഴോ വാട്ടർ എടുക്കാൻ വന്ന ആൾ എഴുതി വെച്ചതാണ്. അണച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഒരു ബക്കറ്റ് വെള്ളം, ഒരു ബക്കറ്റ് വാട്ടർ കിട്ടി. സോ ഇനി ഈ വാട്ടർ എടുത്തുകൊണ്ട് നമ്മൾ പണ്ടത്തെ പോലെ തന്നെ നടക്കും. പണ്ടത്തെ സിസ്റ്റമാണ്. ടാപ്പൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള സിസ്റ്റം. പിക്നി റിക്രിയേഷൻ ഏരിയയിലെ ക്രൂക്ക്ഡ് ലേക്ക് ക്യാമ്പ് ഗ്രൗണ്ടാണിത്. ലോട്ട് 1 എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെയുള്ള ഏറ്റവും നല്ല ലോട്ടുകളൊന്നാണ്. കാരണം നല്ല വീതിയുള്ള, നല്ല നീളത്തിലുള്ള ഒരു ലോട്ടാണ്. ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. പല ലോട്ടുകളും അവരുടെ ഫോട്ടോ കയറി നോക്കി മനസ്സിലാക്കി അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് സ്ക്വയർ ഫീറ്റും കാൽക്കുലേറ്റ് ചെയ്ത് എടുത്ത ലോട്ടാണ്. എൻ്റെ സറൗണ്ടിങ്സ് എല്ലാം നോക്കി. ഇത് ശരിക്കും പറഞ്ഞൊരു കാടിനുള്ളിലാണ്. ആദ്യം ഞാൻ സംസാരിച്ച പോലെ ഒരു 5-6 കിലോമീറ്ററോളം ഈ കാടാണ്. ആ കാടിനകത്ത് വരുന്നൊരു ക്യാമ്പ് സൈറ്റാണിത്. ആ ക്യാമ്പ് സൈറ്റിലാണ് ഞങ്ങൾ ഈ തവണ ഞങ്ങളുടെ മിഷിഗൻ ട്രിപ്പിൽ ക്യാമ്പ് ചെയ്തത്.
ഇവിടുന്ന് ഇത്തിരി മാറി അവിടെയായിട്ടാണ് വേറൊരു ക്യാമ്പ് സൈറ്റ് ഉള്ളൂ. ഞങ്ങൾ തൊട്ട് പുറയിലല്ല ഇത്തിരി മാറി ഉള്ള അവിടെ ആരുമില്ല. സോ വളരെ പീസ്ഫുള്ളാണെന്ന്, വളരെ കാമാൻ ക്വയറ്റാണ്. ഇത് നോട്ട് 1. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മൾബറി മരങ്ങളുണ്ട്. ഇത് മൊത്തം മൾബറി മരങ്ങളാണ്. അപ്പോൾ ഇവിടെ ചാടി കിടക്കുന്ന മൾബറി തന്നെ തിന്നാൻ തീരില്ലായിരുന്നു. പിള്ളേർക്ക് ഈ മൾബറി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മൾബറി മരം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് കാണിച്ചു തരാണെങ്കിലേ ഇതേപോലെ മൾബറി ഉണ്ടായി കിടക്കുവാണ്. ഈ മരത്തിൽ മൊത്തം മൾബറി ഉണ്ടായി കിടക്കുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ചാടി നിലത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ഇന്ന് അടുത്ത ഞങ്ങളുടെ ക്യാമ്പ് ഗ്രൗണ്ടിലോട്ട് പോകുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ച നീളുന്ന ഒരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കറുത്ത് കിടക്കുന്ന എല്ലാ മുത്തുമണികൾ പോലെ കിടക്കുന്ന മൊത്തം മൾബറി കായ, ആയിരക്കണക്കിന് മൾബറിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിന് ചുറ്റുമുള്ള ഈ കാടിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ ചെറിയ ട്രെയിലുകളുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം കാടാണ്. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നടന്നു പോകാം. നല്ല ട്രെയിലുകളുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ് ഗ്രൗണ്ട്. ഇവിടെ മൊത്തം മരങ്ങളാണ്. ഞങ്ങൾ ഹാമോക്ക് കെട്ടിയിരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ മൊത്തം വൃത്തിയാക്കി നല്ല നീറ്റാക്കിയിട്ട് നമ്മളിന്ന് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ ഒരു ചെറിയ ഒരു കാഴ്ച. ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത് കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ബ്രൂയിൻ ലേക്കിലും റൊസ്റ്റിക് ക്യാമ്പ് ഗ്രൗണ്ടായ ഈ ക്രൂക്ക്ഡ് ലേക്കിലൊക്കെ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. വളരെ നല്ലൊരു ഡേ ആയിരുന്നു. പിക്നി റിക്രിയേഷൻ സ്റ്റേറ്റ് ഏരിയ, പിക്നി സ്റ്റേറ്റ് റിക്രിയേഷൻ ഏരിയ. അതൊരു സ്റ്റേറ്റ് പാർക്കല്ല, പക്ഷേ റിക്രിയേഷൻ ഏരിയ ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ്. ഫസ്റ്റ് ടൈം വി ആർ സ്റ്റേയിങ് ഇൻ എ റിക്രിയേഷൻ ഏരിയ. വി റിയലി എൻജോയ്ഡ് ഇറ്റ്, ആൻഡ് എസ്പെഷ്യലി ദാറ്റ് പമ്പ് സിസ്റ്റം വിച്ച് ഐ ഹാവ് പുഷ്ഡ് എ ലോട്ട് manual energy and really good, and I really miss these mulberries. We'll come back soon. That's a wall toilet. And now we are going towards the beach. That's a lake. So we have parked our car over there. There's a lot of water lilies. Wow. Yeah, there is a lot of flowers. ചാടി കഴിഞ്ഞാൽ നല്ല ഇതുണ്ട്. എന്ത് താഴെയായിട്ടാ ക്രിസ്റ്റൽ ക്ലിയറാ. 10 feet ഉണ്ട് മാറി. 10 feet. നല്ല താഴ്ചയുണ്ടേ. 10 feet താഴ്ച. നല്ല ക്രിസ്റ്റൽ ക്ലിയറാണ്. താഴെയുള്ള അക്വാട്ടിക് സിസ്റ്റംസ് എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. See, we can clearly see the aquatic system underground. Do not drop your GoPro. Yeah, you can see the aquatic system. Yeah, these water lilies look so beautiful. See somebody, yeah, do fishing. And boating. Hmm? And boating. Yeah. നല്ല ഭംഗിയുള്ളൊരു ലേക്കാണിത്. നമ്മുടെ റൊസ്റ്റിക് ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തുള്ള ക്രൂക്ക്ഡ് ലേക്കാണ്. ചുറ്റും കംപ്ലീറ്റ് വനമാണ്. They see a turtle. Yeah. I saw. See, that's a turtle. Yeah. That's so cute, huh? I want to small turtle. Wow. Amazing. There are a lot of water lilies in this area. So there are ഒരുപാട് വാട്ടർ ലില്ലി
പൂത്ത് നിൽക്കുന്നുണ്ട്. കാണാൻ നല്ല രസമാണ്. വാട്ടർ ലില്ലിയ. വാട്ട് എ ബ്യൂട്ടിഫുൾ വാട്ടർ ലില്ലി. അതിന് അങ്ങ് ദൂരെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ റുസ്റ്റിക് ക്യാമ്പ് ഗ്രൗണ്ടിന് അടുത്തുള്ള ക്രൂക്ക് ലേക്കാണിത്. ഭയങ്കര മനോഹരമായ ഒരു ലേക്കാണിത്. അവിടെ ഒരു ഡെക്കുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും വാട്ടർ ലില്ലി നിറഞ്ഞിരിക്കുകയാണ്. സോ ബ്യൂട്ടിഫുൾ ടു സീ. ടർട്ടിൽ കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് തോന്നുന്നത് ഇത് വാട്ടർ ലില്ലിയുടെ ചെറിയ ഇലകളാണ്. ഇപ്പറ വാട്ടർ ലില്ലിയുടെ വലിയ ഇല. ഇത് പായലാണെന്ന്. പായലിൻ്റെ മിക്സാണ്. രസമാണ് കാണാനായിട്ട്. അടിപൊളി വാട്ടർ ലില്ലി ഉണ്ട്. അത് നല്ല ഭംഗിയുണ്ടല്ലേ. ആ ഏരിയ കംപ്ലീറ്റ് കാടാണ്. അതറിഞ്ഞത് ആക്ച്വലി ഒരു 5-6 കിലോമീറ്റർ കാടിന് നടുക്കാണ് ക്രൂക്കിലേക്ക്. സോ ബ്യൂട്ടിഫുള്ളാണ്. ഒരു ദിവസം മൊത്തം ഇവിടെ വന്നിരുന്നാൽ ഞാനും ബോറടിക്കില്ല. അത്ര ബ്യൂട്ടിഫുള്ളാണ്. Are you coming? You are staying here? What is that? That one. That's a tadpole? Yes. No. This. Yeah. Fish. Yeah. The fish dog. You want to see a small fish. Did you actually see that right now? So Catherine have a doubt whether these are tadpoles or fish. So what is the difference between tadpole and a fish? Tadpoles are baby frogs. Wow, lot of fish. So that's the beauty of Crooked Lake campground. This is so beautiful. Lot of water lilies and fishes.